ഇത് ഭാര്യയും ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കല്യാണത്തിന്റെ ആദ്യ രാത്രി മുല്ലപ്പൂ കൈ ചൂണ്ടിയിട്ട് റാഹത്തായി കയറിപ്പോയ ഭർത്താവ് പിന്നീട് ജീവിതത്തിൽ പല്ലും തേക്കൂല, കുളിക്കൂല, കശവും പഠിക്കൂല, ഹൈവാൻ പിന്നെ അങ്ങനെ കയറിച്ചില്ല. പിന്നെ പെണ്ണുമ്പോൾ ഇറങ്ങി അങ്ങനെ ഓടാതിരിക്കും. പിന്നെ എങ്ങനെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും? അവർക്കിടയിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാവൂലേ? ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മൾ ജോലി ചെയ്യും, മീനിന്റെ കാര്യത്തിന് വേണ്ടി പോകും, അങ്ങ് കടലിൽ പോകും, ഒക്കെ കഴിയിട്ട് വരുമ്പോൾ ശരീരം മുഴുവൻ അഴുക്കാണ്. എന്റെ പൊന്ന് താത്താന്നും പറഞ്ഞ് കെന്നിട്ടുന്ന കാര്യം പെണ്ണുങ്ങൾ ഇറങ്ങി ഓടും. അവർക്ക് റാഹത്ത് വേണ്ടേ? അവർക്ക് പറയാൻ പറ്റൂല. ചില പെണ്ണുങ്ങൾ പറയൂല, വായ്നാറ്റം, നിന്റെ വായ്നാറ്റം ബീഡി വലിച്ചിട്ട് ബീഡിക്കറിയും, അതുപോലെ തന്നെ വായ്നാറ്റമാണ്. ആ വായ്നാറ്റം തുറന്നു പറയൂല. എന്നാ ചില പെണ്ണുങ്ങൾ പറഞ്ഞെന്നിരിക്കും, എന്റെ പൊന്ന് കാക്ക പോയി വായി കഴുകട്ടുവാ എന്ന് പറയുന്ന സൈസും ഉണ്ട് നമ്മുടെ ഇടയിൽ. തുറന്നടിച്ച് പറയും, ആയിക്കോട്ടെ, നല്ലതാണ്. ഏതായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പല്ല് തേക്കണം, വളരെ ശ്രദ്ധിക്കണം, കുളിക്കണം, ശരീരം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മാലിന്യങ്ങൾ അഥവാ കക്ഷത്തിനെയും ഗുഹ്യരോമങ്ങളും ഒക്കെ നമ്മൾ പഠിക്കണം. 40 ദിവസം കൂടുമ്പോൾ അത് ചെയ്യാത്തവന്റെ ദുആഇന് പോലും ഇജാബത്തില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. ഇതൊക്കെ ഈ സദസ്സിൽ നല്ല പഠിച്ചു പോകേണ്ടത്. അള്ളാഹു മനസ്സിലാക്കട്ടെ. ഇത് സ്ത്രീകൾ ശ്രദ്ധിക്കണം, പുരുഷന്മാർ ശ്രദ്ധിക്കണം. കൊച്ചുകുട്ടികൾ കത്തിയെടുത്ത് നടക്കേണ്ട പ്രായപൂർത്തിയവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ആദരവായ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം അത്തീബു, സുഗന്ധമാണ്. അപ്പൊ എല്ലാ ദിവസവും കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രം ധരിച്ച് നല്ല റാഹത്തായിട്ട് ഭർത്താവിനെ കാണാൻ പോകുന്ന ഭാര്യ, അടുക്കളയിലെ കരിപുരണ്ട വസ്ത്രവുമായി നീ കയറി ചെന്നാൽ നിന്റെ ഭർത്താവിന്റെ ഉള്ളിൽ വെറുപ്പായിരിക്കും. ഈ ഓർക്കും പുറമെ കാണുമ്പോൾ അങ്ങനെയല്ല. നല്ല വസ്ത്രം ധരിച്ച് നീ പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന പോലെ തോന്നണം ഭർത്താവിനെ കണ്ടാല്. നല്ല മുല്ലപ്പൂക്കെ ഇട്ട് റാഹത്തല്ലേ, എവിടെ പോയി? ഒന്നുമില്ല, നിങ്ങളുടെ കൂടെ കിടക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഭയങ്കര സന്തോഷമായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ വേണം. അങ്ങനെ ആയാൽ ഭർത്താവ് പിന്നെ പുറത്തോട്ട് നോക്കൂല, ജനലിലൂടെ അടുത്ത പെണ്ണുങ്ങളെ നോക്കാൻ പോകൂല, നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താ? നീ നല്ല സൗന്ദര്യമാകുന്ന വസ്ത്രം ധരിച്ച് നല്ല പൗഡറും ഒക്കെ ഇട്ട് നല്ല റാഹത്തായ നിലയിൽ നിന്നാൽ ഭർത്താവിന് വലിയ സന്തോഷമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാനിത് പറയുന്നത് ദാമ്പത്യ ജീവിതങ്ങളിൽ നിന്ന് ഒരുപാട് തകർന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് 35ഉം 40ഉം ഏജെത്തിയതാകുന്ന സഹോദരിമാരാണ് ഇന്ന് മതിൽ ചാട്ടത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് 17കാരിയേക്കാൾ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. 17കാരിക്ക് അത്രയും കുഴപ്പമുണ്ടാവില്ല. 35, 40, 3 മക്കളൊക്കെ ഉള്ള കുട്ടികളാണ്, പെണ്ണുങ്ങൾ, സ്ത്രീകളാണ് മതിൽ ചാടുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പതിവ്രതയുള്ളവരാകണേ, പതിവ്രതയുള്ളവരാകണേ. എന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ പതിവ്രതയുള്ളവരാകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അഴീക്കോടിത്തിയിലുള്ളതാകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പ്രിയപ്പെട്ട യുവാക്കളോട്, ചെറുപ്പക്കാരോട് കുമ്മരം ഉസ്താദ് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന സിനിമാ ലോകത്തേക്ക്, ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണുകളെ കൊണ്ടുപോകാതെ സൂക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതാ കിട്ടുന്ന പെണ്ണ് തീർച്ചയായും പതിവ്രതയാണ്, പതിവ്രതയാണ്. നിങ്ങൾ പതിവ്രതയുള്ളവരാകണേ, എന്നാൽ നിങ്ങളുടെ ഭാര്യമാര് പതിവ്രതയുള്ളതാകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതെന്താ? നീ വൈകുന്നേരമായ ഫേസ്ബുക്കും വാട്സാപ്പും റോഡിന്റെ സൈഡിൽ ഇരുന്നിട്ട് സകല പെണ്ണുങ്ങളുടെ ഫോട്ടോ, അവിടെ നിന്ന് റോഡിൽ കൂടെ പോയ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അതെല്ലാം കൂട്ടുകാരുമായിട്ട് കാണുക, സിനിമ കാണുക, ബ്ലൂ ഫിലിം കാണുക, എല്ലാ പരിപാടിയുണ്ട്. എന്നിട്ട് പള്ളിയിൽ ഉസ്താദിന്റെ കൈക്ക് പിടിച്ചിട്ട് പറയാം, അതേ സാലിഹത്തായ പെണ്ണിനെ കിട്ടാൻ ദ്വാരക്കണ്ടേ, 30 കോഴിമുട്ട അടുത്ത റാത്തീബിൽ വന്നേക്കാവേ. എന്താ ഇത്? ഇതിന്റെ മഫ്ഹൂമ് മുഖാലഫ എന്താ? ഈ ഹദീസിന്റെ എന്താണത്? നീ പതിവ്രതയുള്ളവനായില്ല എങ്കിൽ നിന്റെ പെണ്ണ് പതിവ്രതയുള്ളവളാവൂല. അതാണ് പഠിച്ചു വെക്കേണ്ടത്, അതാ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ ശ്രദ്ധിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. വിചാരം അല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അതുമായി പറയേണ്ടതുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തസിനൂ, ലാ തസിനൂ, വ്യഭിചരിക്കരുതേ സാബാ, വ്യഭിചരിക്കരുതേ സാബാ. വ്യഭിചാരം എന്ന് പറയുന്നത് ജനനേന്ദ്രിയകൾ കൊണ്ടുള്ള പ്രക്രിയകൾ മാത്രമല്ല. നിന്റെ കണ്ണിന് വ്യഭിചാരമുണ്ട്, നിന്റെ കാതിന് വ്യഭിചാരമുണ്ട്, നിന്റെ കൈക്ക് വ്യഭിചാരമുണ്ട്, നിന്റെ കാലിന് വ്യഭിചാരമുണ്ട്, നിന്റെ ഹൃദയത്തിന്
വ്യഭിചാരമുണ്ട്, നിന്റെ ചുണ്ടിന് വ്യഭിചാരമുണ്ട്, നിന്റെ നാവിന് വ്യഭിചാരമുണ്ട്, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾക്കെല്ലാം തന്നെ വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. അന്യ പെണ്ണിനെ നോക്കൽ വ്യഭിചാരമാണ്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അന്യ പെണ്ണിൻ്റെതാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് പിടിക്കൽ കൈയുടെ വ്യഭിചാരമാണ്. ബ്ലൂ ഫിലിമിന്റെ കൂട്ടുകാരന്റെ വീട്ടിലിടുമെന്ന് പറയുമ്പോ പാതിരാത്രി സമയത്ത് കൂട്ടുകാരുറങ്ങി, നാട്ടുകാരുറങ്ങി, തന്റെ വീട്ടുകാരുറങ്ങി കഴിയുമ്പോ തന്റെ സഹോദരന്റെ വീട്ടിലേക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന നടത്തമില്ലയോ, അത് കാലിന്റെ വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. അശ്ലീലമാക്കപ്പെട്ടതാകുന്ന രീതിയിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിയോട്, പാവപ്പെട്ടതാകുന്ന പെങ്ങളോട് നീ വർത്തിക്കുന്നതാകുന്ന മൊബൈൽ സന്ദേശമില്ലയോ, അത് നിന്റെ കൈയുടെ വ്യഭിചാരമാണ്, നിന്റെ വിരലിന്റെ വ്യഭിചാരമാണ്. അവളുമായിട്ട് സംസാരിക്കുന്ന മോശപ്പെട്ട സംസാരങ്ങളില്ലയോ, സംസാരങ്ങളില്ലയോ. ഇന്ന് യൂട്യൂബിൽ എത്ര ക്ലിപ്പാണ്, എത്രയോ മധുരസ്വരത്തിൽ പാവപ്പെട്ട പെൺകുട്ടികൾ, എത്രയോ മലബാറിന്റെ മക്കള് പാവപ്പെട്ടതാകുന്ന ഭർത്താക്കന്മാർ ഗൾഫിലേക്ക് പോകുമ്പോ ആ ഭർത്താവ് അറിയാതെ തന്റെ കാമുകന്മാരുമായി അശ്ലീലമാക്കപ്പെട്ടതാകുന്ന വർത്തമാനമാണ്. അവരുടെ കൊഞ്ചിക്കുഴഞ്ഞുള്ള വർത്തമാനങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലിപ്പായിക്കൊണ്ടിതാ സഹോദരങ്ങളെ പ്രചരിപ്പിക്കുകയല്ലയോ, പ്രചരിപ്പിക്കുകയല്ലയോ. സംസാരിക്കുന്ന സഹോദരങ്ങളിൽ അധികവും മുസ്ലിമത്താണ്, മുസ്ലിമത്താണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലാ തസിനൂ, വ്യഭിചരിക്കരുതേ സാബാ, വ്യഭിചരിക്കരുതേ സാബാ. ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇകും മിൻ അജ്വാഫികും. അങ്ങനെ നിങ്ങൾ വ്യഭിചരിച്ചാൽ നിങ്ങളുടെ ഭാര്യമാരുമായി പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ നിങ്ങളുടെ ആസ്വാദതയെ അല്ലാഹു എടുത്തു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സിനിമയും സീരിയലും ഒക്കെ കണ്ട് നിന്റെ കണ്ണങ്ങനെ പോയാൽ പിന്നെ നീ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ നിനക്ക് ആസ്വാദത ഉണ്ടാവൂല. ആദ്യം ഉണ്ടായ ഒരു ആസ്വാദത ഉണ്ടല്ലോ, അത് എടുത്തു കളയും സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ എന്തുണ്ടാവും? ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാവും. ഇവളുമായിട്ട് ഇതിലൊന്നും റാഹത്തില്ല, നമുക്കെന്നാ പിന്നെ സണ്ണി ലിയോനെ കിട്ടുമെന്ന് നോക്കാം. പിന്നെ നമ്മൾ നമ്പർ തപ്പിയെടുക്കുക. കാരണം അവളെ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. സണ്ണി ലിയോനും സണ്ണി വെയിനും ഒക്കെ കാണാൻ വേണ്ടി കൊച്ചി നഗരത്തിൽ എന്തൊരു തിരക്കായിരുന്നു. കൊച്ചിയിൽ മുമ്പ് ക്രിക്കറ്റ് കളിക്കാർ വന്നിട്ടുണ്ട്. സച്ചിൻ വന്ന സ്ഥലമാണ് ഇവിടെ കൊച്ചിയിൽ. ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. തിരക്കുണ്ടായിരുന്ന ചോദിക്കുക ഇല്ല. കൊച്ചിയിൽ ഫുട്ബോൾ കളി മറഡോണ വന്ന് കൊഞ്ചിക്കുഴഞ്ഞിട്ടുണ്ട് അല്ലേ? മറഡോണ വന്നിട്ടുണ്ട് ഇവിടെ കൊച്ചിയിൽ, വന്നിട്ടുണ്ട്. കട ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്. കൊച്ചിയിൽ ഷാരൂഖ് ഖാൻ സിനിമാ നടൻ വന്നിട്ടുണ്ട്, സൽമാൻ ഖാൻ വന്നിട്ടുണ്ട്, സിനിമാ നടൻ വന്നിട്ടുണ്ട്, പല നടിമാരും വന്നിട്ടുണ്ട്. പക്ഷേ കൊച്ചിയിൽ ഏറ്റവും വലിയ ജനം കൂടിയത് സണ്ണി ലിയോൺ എന്ന് പറയുന്ന പോൺ സ്റ്റാർ വന്നപ്പോഴാണ്, അശ്ലീല നടി വന്നപ്പോഴാണ്. അതിന്റെ അർത്ഥം ഈ കേരളക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി അതാണെന്നുള്ളതാണ്. ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയൊന്നുമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാണ്? ഈ കളിയാണ്. ഏത് കളി? ഈ കളി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ബുദ്ധിയുള്ളവർക്ക് അല്പം മതി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഏറ്റവും കൂടുതൽ ആളെപ്പോഴും സച്ചിൻ വന്നപ്പോ ഇല്ല, ക്രിക്കറ്റ് കളിക്കാരനാണ്. മറഡോണ വന്നപ്പോഴും ഇത്ര ആളില്ല. പോൺ സ്റ്റാർ വന്നപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആള്. ഇതൊക്കെ പറയാതിരിക്കാൻ എങ്ങനെയാ? ഇത് പറഞ്ഞു കൊടുക്കണ്ടേ ഈ സമൂഹത്തിന്? പറഞ്ഞു കൊടുക്കണ്ടേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത്തീബു, സുഗന്ധം, സുഗന്ധം, സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ നബി തങ്ങൾ പറയുന്നു വന്നിസാഉ, എന്റെ സ്വന്തം ഭാര്യമാരാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. സ്വന്തം ഭാര്യമാരെ നബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഭയങ്കര പ്രിയം സ്വന്തം ഭാര്യമാരെ. അങ്ങനെ വേണം നമ്മൾ. സ്വന്തം ഭാര്യ വല്ലാതെ ഇഷ്ടപ്പെടുന്നവളാകണം. അവളെ എന്ത് പറഞ്ഞാലും ആ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നവനാകണം എന്ന് പറഞ്ഞ് ഭാര്യ സ്വന്തം ഭർത്താവിന്റെ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവനും ആളുമാകണം. ആ ഭർത്താവിന്റെ സാമ്പത്തിക സ്രോതസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നവളുമാകണം. ഇത്തരത്തിലുള്ളവർക്ക് വിജയമുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. വന്നിസാഉ, സ്വന്തം ഭാര്യമാരെ എനിക്ക് വലിയ ഇഷ്ടമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതാരായി പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന് ഈ ലോകത്ത് ഇഷ്ടപ്പെടാൻ എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഈ ഭൗതിക ലോകത്ത്, ഈ ഉലകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആദ്യം സുഗന്ധം, രണ്ടാമത്തത് ഏത്? വന്നിസാഉ, എന്റെ സ്വന്തം ഭാര്യമാർ, അവരുമായി സംസാരിച്ചിരിക്കുക എനിക്ക് വലിയ പ്രിയമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വേണം നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം അവരുമായി.
അല്ല, നമ്മൾ ഒറ്റയാനായിട്ട് അങ്ങനെ നടക്കാൻ പാടില്ല. അവരുമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, ഭാര്യയോട് സംസാരിക്കണം, അവളുടെ വിഷമൊക്കെ കേൾക്കുന്നവരാകണം, അവളുടെ പ്രയാസങ്ങൾ പറയാൻ ആകെ കൂടിയുള്ളത് നീയാണ്. നീ പകലന്തിയോളം പോയി പണിയെടുത്തിട്ട് വന്ന് ക്ഷീണിതനാണെങ്കിൽ കൂടി നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് 1 മണിക്കൂറെങ്കിലും സംസാരിക്കാൻ, അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാൻ, നാളത്തെ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യാൻ അവളുമായി ഇരുന്നു കൊടുത്ത് സംസാരിക്കാൻ തയ്യാറാവണം നീ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബി തങ്ങൾ അതിന് സമയം കണ്ടെത്തിയിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി. തീർന്നില്ല, നബി തങ്ങൾ പറയുന്നു, 3ാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം വഖുറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിൽ കൺകുളിർമയാകലാണ്. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ബാക്കി 2 ഉസ്താദ് പറഞ്ഞു വേണേ നമ്മൾ അത്തറും അടിച്ച് പെണ്ണുമുള്ള എടുത്തു തന്നെ നമ്മൾ ഇരുന്നോളാം. പക്ഷെ 3ാമത്തതാണ് വലിയ വിഷയം. വഖുറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിൽ കൺകുളിർമയാകുക എനിക്ക് ഏറ്റവും ഇഷ്ടം സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഇഷ്ടപ്പെടണം നമ്മൾ. നബി തങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടതായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, അലിയാരെ തങ്ങൾ മരുമകനാണ്. മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ അലി, അലിയേ അലിയേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു തആല പറയുകയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടത് 3 കാര്യമാ. ഇക്റാമുൽ ലൈഫി വല്ലറബു ബിസൈഫി. എനിക്ക് 3 കാര്യങ്ങൾ ഇഷ്ടമാണ്. അസ്സൗമു ഫിസ്സൈഫി വഇക്റാമുൽ ലൈഫി വല്ലറബു ബിസൈഫി. ഭയങ്കര സാഹിത്യകാരനാണ് ആര്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. 1 അസ്സൗമു ഫിസ്സൈഫി, നല്ല ചൂടുള്ള കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. 2 വല്ലറബു ബിസൈഫി, ശത്രുവിന്റെ തല കൊയ്തെടുക്കലാണ്, വാളുകൊണ്ട് വെട്ടികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കണ്ടോ ഇപ്പൊ പലരും പറയും, കണ്ടില്ലേ ഞങ്ങൾ പറഞ്ഞത് തന്നെ വന്ന്. ഇസ്ലാമിൽ ഏറ്റവും ഇഷ്ടം എന്താണ്? വാളുകൊണ്ട് ശത്രുവിന് യുദ്ധം ചെയ്യലാന്നാ. കണ്ടില്ലേ എന്ന് പറയണ്ട. അത് പറയണമെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ആരാണെന്ന് പഠിക്കണം. ഈ പറഞ്ഞ വ്യക്തി ആരാണെന്ന് പഠിക്കണം. ആരാണ് അലി റളിയല്ലാഹു അൻഹു? അലി റളിയല്ലാഹു അൻഹു ആരാണ്? അലി റളിയല്ലാഹു തആല അൻഹു ശത്രുവിനെ ഇതാ മലർത്തിയടിക്കുകയാണ്. ഒരു യുദ്ധത്തിൽ ശത്രുവിനെ മലർത്തിയടിച്ചിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കയറിയിരുന്നു കൊണ്ട് കടാരയെടുത്ത് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് കുത്താൻ തുനിഞ്ഞപ്പോ ആ ശത്രു അതാ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു ഉടനെ എഴുന്നേറ്റ് മാറിയിട്ട് പറയുകയാണ്, ഖുമ്മനി, എഴുന്നേറ്റ് പൊയ്ക്കോളുക, എഴുന്നേറ്റ് പോകണേ. കൂട്ടുകാരൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്താണ് അലിയെ നീ കാണിച്ചത്? 10 മിനിറ്റ് എടുത്തുകൊണ്ട് ആ ശത്രുവിനെ നിലത്തടിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട് അദ്ദേഹത്തെ നിലത്തടിച്ചിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കയറിയിരുന്നു കൊണ്ട് കത്തിയെടുത്തുകൊണ്ട് കടാരയെത്തുകൊണ്ട് അവന്റെ നെഞ്ചത്ത് കുത്താൻ വേണ്ടി തുനിഞ്ഞപ്പോ എന്തിനാണ് നിങ്ങളൊന്ന് മാറിക്കളഞ്ഞത് അലിയെ എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു തആല പറയുകയാണ്, ഞാൻ അവന്റെ നെഞ്ചത്തേക്ക് കുത്താൻ വേണ്ടി പോയപ്പോ എന്റെ മുഖത്തേക്ക് അവൻ കാർക്കിച്ചു തുപ്പി. ഞാനും അവനുമായിട്ടുള്ള പ്രശ്നം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ വിഷയമാണ്. അവൻ കലിമ ഉച്ചരിച്ചാൽ ഞാൻ അവനെ ചേർത്തു പിടിക്കുമേ. പക്ഷേ അവന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോ ആ തുപ്പിയതിന്റെ കാരണമായിട്ടെങ്ങാനും എന്റെ കുത്തിന്റെ ശക്തി ഒന്ന് വർദ്ധിച്ചു പോയാൽ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഹിസാബ് പറയുമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്നെ തുപ്പിയതിന്റെ ദേഷ്യത്തിലെങ്ങാനും ആ കുത്തൊന്ന് അല്പം കൂടിപ്പോയാൽ, ഇതിന്റെ മുറിവ് ഒരല്പം ഒന്ന് കൂടിപ്പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് ഹിസാബ് നിൽക്കേണ്ടി വരും. അവനെ തുപ്പിയത് കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവനോട് പൊക്കോളാൻ പറഞ്ഞത്. അവൻ പോവുകയും ചെയ്തു, വേറെ സ്വഹാബത്തിന്റെ വെട്ടേറ്റ് മരിക്കുകയും ചെയ്തു. ചിലപ്പോൾ അതിങ്ങനെ ചിന്തിച്ച് ചിലര് ഇങ്ങോട്ട് തിരിച്ചു വരാതാവും. എന്തു പറ്റി? അയ്യോ അയാൾ രക്ഷപ്പെട്ടല്ലോ പഠിച്ചവൻ, അയാൾ ഇപ്പോൾ എല്ലാം ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിരിക്കണ്ട, അയാൾ തീർന്ന്. പക്ഷെ എന്ത് പറ്റി? അലി റളിയല്ലാഹു അൻഹു പിന്നെ അവനെ തൊട്ടില്ല. എന്താ കാരണം? ഞാൻ അവനെ ഇനി വെട്ടുന്ന സന്ദർഭത്തിൽ എനിക്കല്പം ദേഷ്യം എന്റെ മനസ്സിൽ കടന്നു വന്നിട്ട് എന്നെ തുപ്പിയല്ലടാ എന്നുള്ള ദേഷ്യത്തിൽ ഞാൻ അവനെ കുത്തിയാൽ ആ കുത്തിന്റെ ആഘാതത്തിലാണ് അവൻ മരിക്കുന്നതെങ്കിൽ എനിക്ക് അല്ലാഹു കൂലി തരൂല. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിൽ അധിഷ്ഠിതമായ ദീനാണ്. ഇതാണ് തൗഹീദ്. നമ്മളാണെങ്കിലോ, ഏടാ ഹയവനെ നീ എന്നെ തുപ്പല്ലേടാ, ഒരു 10 കുത്തും കൂടെ കൊടുത്തിട്ട് എഴുന്നേറ്റു. തുപ്പിക്കഴിഞ്ഞാൽ തീർന്നു.
അത് മനസ്സിലാക്കേണ്ട വ്യത്യാസം. അപ്പൊ അങ്ങനത്തെ അലി റളിയല്ലാഹുവിന് പറയാണ് എന്ത്, അസ്സൗമു ഫി സൈഫി, എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കലും, വല്ലറുബു ബി സൈഫി, വാളുകൊണ്ട് ശത്രുവിന്റെ തല കൊയ്തെടുക്കലുമാണ്. മൂന്നാമത്തത് അസ്സൗമു ഫി സൈഫി വ ഇക്റാമുൽ ലൈഫി, അതിഥികളെ സൽക്കരിക്കലാണ്, അതിഥികളെ സൽക്കരിക്കുക. ഈ മൂന്ന് കാര്യം എനിക്ക് പ്രിയമുള്ളതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഞാൻ നിർത്താൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. 3 മണിക്കൂർ എത്തി. പോരെ നൗഷാദ്? 1 മണിക്കൂർ കൂടെ വേണോ? ഇനി നിർത്താൻ വേഗം നിർത്തും. ഇവിടെ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാം. നാളെ എനിക്ക് കിഴക്കോത്ത് മക്കാമ്പൊരു വാദമുള്ളതാണ്. ഞാൻ ഏകദേശം ഇപ്പം അടുപ്പിച്ച് വാദം തുടങ്ങിയിട്ട് 1.5 മാസമായിട്ട് അടുപ്പിച്ച് വാദമാണ്. ഒറ്റ ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും ചെല്ലുന്നിടത്തൊക്കെ അവർക്ക് എന്താണ്. ഞാൻ ഇവിടെ മാത്രമേ ഇപ്പം കൂടുതൽ സമയം, കഴിഞ്ഞ കൊല്ലം 4 മണിക്കൂർ വാദം പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം എന്നാൽ ഈ കൊല്ലമെങ്കിലും 1 മണിക്കൂർ കൊണ്ട് നിർത്താമെന്ന് കരുതുമ്പോൾ അതും പറ്റൂല. അതിനിടയ്ക്ക് ഇവർ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് 5 മണിക്കൂർ വാദം എന്നൊക്കെ. അതായത് എനിക്ക് ഏറ്റവും വലിയ രസമാണ്. സംഘാടകർ തന്നെ എന്ത് ചെയ്താണ്, നല്ല ടൈപ്പ് ചെയ്തിട്ട് ഇവരിട്ടേക്ക് 5 മണിക്കൂർ കുമ്മനം ഹുസൈൻ്റെ പ്രസംഗമാണ്. ഇതൊക്കെ കണ്ടവരുണ്ടാവും. അവർ കരുതും അല്ലാഹ് ഈ പുള്ളി ഒന്നും പറഞ്ഞില്ലല്ലോ എങ്കിലും കരുതിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തായാലും നമ്മൾ കോമഡി തമാശയൊന്നുമില്ല. ഈ 3 മണിക്കൂർ ഉപകാരപ്പെടും, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആനും ഹദീസും വെച്ചല്ലേ പോകുന്നത്, ശ്രദ്ധിക്കും. ഞാനിത് പറഞ്ഞു കൊണ്ടുവരുന്നതിന്റെ അവസാനത്തെ ഭാഗം ഒരു സംഭവമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതിനുവേണ്ടി ഇതിങ്ങനെ കൊണ്ടുപോകുന്നത്. ഓരോ പ്രവാചകരോട് ഓരോ സഹാബത്തിനോട് ചോദിക്കുന്നത് നിനക്കെന്താ ഇഷ്ടം. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയും എനിക്കിഷ്ടം ഇന്നതാണ്. അത് പറയാനാണ് ഞാനിത് കൊണ്ടുപോകുന്നത്. അല്ല ഇപ്പൊ എന്താ ഉസ്താദ് പിന്നെ നബിയെ പറ്റി പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോയതെന്ന് ചിന്തിക്കണ്ട. അതാണ് ഈ പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു 3 കാര്യം ഇഷ്ടം. 1, നല്ല ചൂടുള്ള കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കുക. 2ാമത്തത് അതിഥികളെ സൽക്കരിക്കുക. തീർന്നില്ല, വല്ലറുബു ബിസ്സൈഫി, വാളുകൊണ്ട് ശത്രുവിന്റെ തല കൊയ്തെടുക്കുക. 3 കാര്യങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത സ്വഹാബിയോട് ചോദിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ചോദിച്ചു, മഹബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ ഉസ്മാൻ, ഉസ്മാൻ നിനക്കെന്താ ഇഷ്ടം പറ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കിഷ്ടം 3 കാര്യങ്ങളാണ്. ഇക്സാഉൽ ആരി വ ഇർവാഉൽ ലംആനി, എനിക്ക് ഇഷ്ടം 3 കാര്യങ്ങൾ. 1, ഇക്സാഉൽ ആരി, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് വസ്ത്രം ധരിപ്പിക്കലാണ്. ശ്രദ്ധിക്കണേ, ആര്? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ പ്രവർത്തനം നടത്തുന്ന എത്രയോ സംഘടനാ പ്രാസ്ഥാനിക നേതാക്കളുണ്ട്. രോഹിംഗ്യൻ ജനതയ്ക്ക് വേണ്ടി വസ്ത്രം കൊണ്ടുപോയ ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ? അള്ളാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. അതങ്ങനെയാണ്, വസ്ത്രമില്ലാത്ത ആളുകൾക്ക് വസ്ത്രം നൽകുക. തീർന്നില്ല, വിശന്നവന് വയറ് നിറച്ച് ആഹാരം കൊടുക്കുക. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വയറ് നിറച്ച് ദാഹിച്ചവന് വെള്ളം കൊടുക്കുക, എനിക്ക് വലിയ പ്രിയമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഈ 3 കാര്യമാണ് എനിക്ക് ഏറ്റവും പ്രിയം. ബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത ആളോട് ചോദിച്ചു, മഹബ്ബിബ ഇലൈക യാ ഉമർ, ഉമറേ ദുനിയാവിൽ നിന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മറുപടി നൽകുകയാണ്, അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകരി വൽ ഖിയാമു ബി അംരില്ലാഹ് വൽ ഖിയാമു ബി അംരില്ലാഹ്. 3 കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടം. 1, അൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കലാണ്. 2, വന്നഹിയു അനിൽ മുൻകരി, തിന്മ കൊണ്ട് വിരോധിക്കലാണ്. ജനങ്ങളെ തിന്മയിൽ നിന്ന് വിരോധിക്കുക, അത് പാടില്ല. കള്ളുകുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് പറയുക. നമസ്കരിക്കുക, നോമ്പ് പിടിക്കുക, അതിനു വേണ്ടി കൽപ്പിക്കുക. അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. തീർന്നില്ല, 3ാമത്തത് വൽ ഖിയാമു ബി അംരില്ലാഹി, അള്ളാഹുവിന്റെ കാര്യങ്ങളെ നടപ്പിലാക്കുക. എന്തെങ്കിലും റബ്ബിന്റെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ നടപ്പിൽ വരുത്തുക. അതും എനിക്ക് വലിയ പ്രിയമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി ആകെ ഉള്ളത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറഞ്ഞേ പറ്റൂ, കാരണം അദ്ദേഹത്തെ പോലെ വേറൊരു വ്യക്തിയില്ല. അബൂബക്കർ സിദ്ദീഖ്. നബി തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാതിരിക്കാൻ പറ്റൂല. അദ്ദേഹം അത്രമേൽ പ്രധാനമായ വ്യക്തിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്,
മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ അബൂബക്കർ. അബൂബക്കരെ നിങ്ങളുടെ ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? നബി തങ്ങൾ പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മാത്രമാണ്. എന്താണ് നിനക്കിഷ്ടം? ഫഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ അന്നദറു ഇലാ വജ്ഹിക, എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ്. ഇമ പറ്റാതെ കണ്ണ് ചിമ്മാതെ എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ മുഖത്ത് നോക്കിയിരിക്കലാണ് ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന അഴീക്കോട് ചെട്ടിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, നമ്മളും സ്നേഹിക്കേണ്ടത് അബൂബക്കറിന്റെ ഇഷ്ടമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവിടുത്തെ മുഖത്ത് നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തീർന്നില്ല, വീണ്ടും പറയുകയാണ്, വജമുൽ മാലി ലിൽഇൻഫാഖി അലൈക, തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടലാണ് നബിയേ. വജമുൽ മാലി ലിൽഇൻഫാഖി അലൈക, തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കലാണ് നബിയേ. അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്തെല്ലാം തങ്ങൾക്കാണ്. തീർന്നില്ല. വതവസ്സുലു ബിഖറാബതിക, തങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കലുകൊണ്ട്, തങ്ങളുടെ കുടുംബത്തെ സഹായിക്കലുകൊണ്ട് തങ്ങളുടെ സംതൃപ്തി നേടലാണ് നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യമെന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് വഫാത്തിന്റെ നേരത്ത് പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ്. ആരാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ? കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിടാ വിറപ്പിച്ച വ്യക്തിയല്ലയോ ഉമർ ബിൻ ഖത്താബ്? അദ്ദേഹം പറയുകയാണ്, ലലൈലത്തു അബീ ബക്കറിൻ ഖൈറും മിൻ ഉമരി ഉമർ, ഉമറിന്റെ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അബൂബക്കറിന്റെ രാവാണ്, അബൂബക്കറിന് കിട്ടിയ രാത്രിയാണ്. ലലൈലത്തു അബീ ബക്കറിൻ ഖൈറും മിൻ ഉമരി ഉമർ, ഈ പാവപ്പെട്ട ഉമറിന് കിട്ടിയ ആയുസ്സിനേക്കാൾ, ഉമറിന്റെ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അബൂബക്കറിന് കിട്ടിയതാകുന്ന രാവാണ്. ആരാണ് പറയുന്നത് സഹോദര? ആരാണ് മരണക്കടക്കയിൽ കടന്നുകൊണ്ട് ഈ വർത്തമാനം പറയുന്നത്? യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു പട്ടി കടന്നുകൊണ്ട്, നായ കടന്നുകൊണ്ട്, വിശന്ന് വലഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം നാളെ റബ്ബിനോട് പറയേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് പോലും വേഷപ്രച്ഛന്നനായി ഇറങ്ങിക്കൊണ്ട് ജനങ്ങളുടെ വേഷങ്ങള്, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ തീർത്തു കൊടുത്ത ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം പറയുകയാണ്, അബൂബക്കറിന്റെ രാവാണ് എനിക്ക് കിട്ടിയതാകുന്ന ഈ രാവുകളേക്കാൾ, ഈ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് ഉമർ ബിൻ ഖത്താബ്. ഏത് രാവാണ് സഹോദര? ഏത് രാവിനെ കുറിച്ചാണ് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സൗറിൽ കിട്ടിയതായ, സൗർ ഗുഹയിൽ കിട്ടിയതാകുന്ന രാവാണ്. ആ ഗുഹയുടെ മുഖത്തേക്ക് എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞില്ലയോ, ലാ തൻസിൽ ഹത്താ അദ്ഖുല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ തങ്ങളെ കടക്കല്ലേ നബിയേ, തങ്ങൾ ഈ ഗുഹയിലേക്ക് പ്രവേശിക്കല്ലേ നബിയേ. ഞാൻ കടക്കട്ടെ ആദ്യം, കാരണം ഈ ഗുഹയ്ക്കുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് തങ്ങൾക്കറിയില്ല നബിയേ. എന്ത് കടിച്ചാലും എനിക്ക് പ്രശ്നമല്ല നബിയേ. തങ്ങളുടെ സുരക്ഷിതത്വമാണ്, തങ്ങളുടെ ഹിഫാദത്താണ് എന്നിൽ നബിയേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടക്കുകയാണ്.
ആ ഗുഹയ്ക്കുള്ളിലാകുന്ന ദ്വാരങ്ങള് തന്റെ തുണി വലിച്ചു കീറിയിട്ട് മാനവരുകൾ മറയ്ക്കുകയാ. ഒരു ദ്വാരം മാത്രം ഇതാ തുണിയില്ലാത്തത് കൊണ്ട് ആ ദ്വാരം തുറന്നു കിടന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചകത്തേക്ക് കയറ്റിയിട്ട് നബി തങ്ങളെ മടിയിൽ കിടത്തിക്കൊണ്ട് തലോടിക്കൊണ്ട് ഉറക്കുകയാ. ആ ദ്വാരത്തിലേക്ക് തന്റെ കാലിനെ തള്ളവിരൽ വെക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ്. പറയാതിരിക്കാൻ കഴിയില്ല സഹോദര, കേൾക്കാതിരിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട ഉമ്മ. കാതുമുളച്ച കാതു മുതൽ കേൾക്കുന്നതായ കഥയാണെങ്കിലും ഇതൊരു കെട്ടുകഥയല്ല, കെട്ടുകഥയല്ല. ഇത് ലോകത്തിന്റെ നായകനെ സംരക്ഷണത്തിന്റെ വലയം തീർത്ത കഥയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അതാ കാലിലേക്ക് സർപ്പം കൊത്തുകയാണ്, ആഞ്ഞാന് കൊത്തുകയാണ്. അദ്ദേഹം കാലെടുക്കുന്നില്ല, കാലെടുക്കുന്നില്ല. കാല് നീല നിറമാകുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് അബൂബക്കറിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വീഴുകയാണ്. വേദന കൊണ്ട് പൊളയുന്ന അബൂബക്കർ, വിഷം തീണ്ടുന്ന അബൂബക്കർ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, മാലകയാ അബൂബക്കർ, അബൂബക്കറേ, അബൂബക്കറേ, എന്തു പറ്റി അബൂബക്കറെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യം പറയുകയാണ്. ഫഅദ്ഖല സബാബതഹു ഇലാ ഫമിഹി. അല്ലാഹുവിന്റെ റസൂല് തന്റേതാകുന്ന ചൂണ്ടുവിരൽ വായിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്, ഉമിനീരെടുക്കുകയാണ്. ആ ഉമിനീര് വിരലിലേക്ക് തേച്ചു കൊടുക്കുകയാണ്. ഏതൊരു തള്ളവരിലാണോ കടിയേറ്റത്, ഏതൊരു തള്ളവരിലാണോ വിഷബാധ ഏറ്റത്, ആ കാലിലേക്ക് തേച്ചു കൊടുത്തപ്പോ പരിപൂർണമായി ശിഫയാവുകയാണ്. പരിപൂർണമായി ശിഫയായി. നബിതങ്ങളോടൊപ്പം കഴിയാൻ കിട്ടിയ രാത്രി, ആ രാത്രിയെ കുറിച്ചാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലലൈലത്തു അബീ ബക്കറിൻ ഖൈറും മിൻ ഉമരി. ഉമർ പഠിക്കേണ്ട പാഠമാണ്. അബൂബക്കറിന് കിട്ടിയ ഒരൊറ്റ രാത്രി ഉമറിന്റെ ആയുസ്സിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാ. ഭയങ്കര വാക്കാണത്. ഉമർ റളിയല്ലാഹു അൻഹു ആരാ? ഒരൊറ്റ വഖത്ത് ഖളാക്കാത്ത മനുഷ്യൻ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാം, അബൂബക്കറിന് കിട്ടിയ രാവ് ആ ഒരൊറ്റ രാവിനോളം വരും എന്റെ ഈ ദുനിയാവിലെ മുഴുവൻ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠത ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നത്, അന്നദുറു ഇലാ വജ്ഹിക, എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ് നബിയെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വജംഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക, തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടാലും എന്റെ സമ്പത്ത് മുഴുവനും ഒരുമിച്ച് കൂട്ടുന്നത് തങ്ങൾക്ക് വേണ്ടിയാണ് നബിയെ. വത്തവസ്സുലു ബി ഖറാബതിക, തങ്ങളുടെ കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതിനുവേണ്ടി എന്റെ സമയങ്ങൾ മുഴുവനും ചെലവഴിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നബിയെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്കാകാൻ സാധിക്കുമോ സഹോദരങ്ങളെ? നമുക്കാകാൻ സാധിക്കുമോ? നമ്മൾ ഈ സദസ്സ് കൊണ്ട് നേടിയെടുക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്, അനുരാഗമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തലമുറയ്ക്ക് പിന്നീട് ഇന്ന് വരെ വിഷം തീണ്ടിയിട്ടില്ല, ഇന്ന് വരെ വിഷം തീണ്ടിയിട്ടില്ല. പാമ്പ് കടിച്ച പാമ്പ് ചത്തുപോകും. എന്താ കാരണം? നബിതങ്ങള് അദ്ദേഹത്തിന്റെ കാലിലേക്ക് ശറഫാക്കപ്പെട്ട ഉമിനീര് തേച്ചു കൊടുത്തു. ഒരൊറ്റ ബേസ്, ഒരൊറ്റ കാരണം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് എന്ന പരമ്പര ഇന്നുകൊണ്ട് അവർക്ക് വിഷബാധ ഏൽക്കൂല. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമിനീരിന്റെ പവറാണത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത് വെറുതെ പറയല്ലോ, ഇതൊക്കെ ചരിത്രം സാക്ഷിയല്ലേ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മരിളൽ ഹബീബു ഫസുർതുഹു ഫമരിൽതു മിൻ അസഫി അലൈ ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈ. ഭയങ്കര വാക്കാണ്. മരിളൽ ഹബീബു ഫസുർതുഹു ഫമരിൽതു മിൻ അസഫി അലൈ ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ കാണാൻ വേണ്ടി ചെന്നു. ആ പ്രവാചക പൊങ്കവനെ കണ്ടപ്പോൾ നബിതങ്ങൾ സുഖമില്ലാതെ കിടക്കുന്നത് കണ്ടതാകുന്ന എനിക്ക് പെട്ടെന്ന് അസുഖബാധിതനായി, ഞാൻ സുഖമില്ലാതായി. ശുഫിയൽ ഹബീബു, നബിതങ്ങൾ ശിവപ്പെട്ടു, രോഗശമനമായി. ഫസാറനി, എന്നെ നബിതങ്ങൾ സന്ദർശിച്ചു. ഫശുഫീതു മിൻ നളരിയിലൈ, നബിതങ്ങളിലേക്ക് നോക്കലുകൊണ്ട് തന്നെ എന്റെ രോഗം ശമനമായി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ദുനിയാവിൽ അന്നദുറു ഇലാ വജ്ഹിക,
തങ്ങളുടെ മുഖത്ത് നോക്കല. ആ മുഖത്തേക്ക് നോക്കിയപ്പോ എന്റെ അസുഖം മാറി. ഇതാവണം സഹോദരങ്ങളെ നമ്മൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നബി തങ്ങളുടെ മുഖത്തേക്കൊന്നൊരൊറ്റ നോട്ടം കൊണ്ട് എന്റെ രോഗം ശമനമായി. ആരാ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് എഴുന്നേറ്റിട്ട് ആ കസേരയിൽ നിന്ന് എല്ലാവരും ഒന്ന് മുന്നോന്ന് വന്ന്, എല്ലാവരും വന്ന് കസേരയിൽ നിന്ന് എല്ലാവരും ഒന്ന് എഴുതേക്ക്. എല്ലാവരും വാ ഇൻഷാ അല്ലാഹ്.